പുതിയ UDF സർക്കാർ 100 ദിവസം പൂർത്തിയാക്കി. അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികളാണ്. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തൂഫാനും മൈ പോലീസ് സ്റ്റേഷനുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രൊജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിലുണ്ട്. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും ചെറുതല്ല. 10 വർഷത്തിനു ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ 100 ദിവസം പിന്നിടുമ്പോൾ സുപ്രധാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും. നവകേരള സദസ്സിനിടെ നടന്ന രക്ഷാപ്രവർത്തനം ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്, വീണ ജോർജിനെതിരായ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിഷേധം SITക്ക് മുൻപിലേക്ക് എത്തിയത്, പ്രമാദമായ PSC ക്രമക്കേടിലും വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാകാത്തത്, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നെയ്യു വാങ്ങിയതിലുണ്ടായത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെസ്സിയുടെ പേരിൽ നടന്ന സാമ്പത്തിക ക്രമക്കേട് വരെ എത്തി നിൽക്കുന്നു UDF സർക്കാരിന്റെ അന്വേഷണ ഇടപെടൽ. പ്രതിപക്ഷത്തിരുന്ന് വിമർശിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഭരണമെന്ന് കൂടി ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ 100 ദിവസങ്ങൾ. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനും കേരള പോലീസിന് പുതിയ മുഖം നൽകിയ മൈ പോലീസ് സ്റ്റേഷനും സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങളായി മാറി. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തിയ മുകുളം, പ്രതിഭാശ്രീ, മധുരം, താരാപഥം, ARS അക്വാറ്റിഫിറ്റ് നീന്തൽ പദ്ധതി എന്നിവ മാതൃകാപരമാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.